BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ആഫ്രിക്കൻ വമ്പന്മാരായ മൊറോക്കയെ തകർത്ത ഫ്രാൻസ് ലോകകപ്പ് സെമി പ്രവേശനം നേടിയിരിക്കുകയാണ്. തുടർച്ചയായി 3-ാം തവണയാണ് ഫ്രാൻസ് ലോകകപ്പ് സെമിയിലെത്തുന്നത്. അവസാന 2 ലോകകപ്പുകളിലും ഫൈനലിസ്റ്റുകൾ കൂടിയായിരുന്നു ഫ്രാൻസ്. ഇതിലില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു ഫ്രാൻസിന്റെ വിജയം. ബോക്സിൽ ഫൗൾ ചെയ്തതിന് എംബാപ്പെ എടുത്ത പെനാൽറ്റി കിക്ക് മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോ തട്ടിക്കയറ്റിയിരുന്നു. എന്നാൽ മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്നും എംബാപ്പെ തൊടുത്ത കിക്ക് യാസിൻ ബോണോയെ മറികടന്ന മൊറോക്കയുടെ വല കുലുക്കി. 6 മിനിറ്റിന് ശേഷം ഡംബലെ കൂടി വല കുലുക്കി ഫ്രാൻസിന്റെ ലീഡ് 2-ആക്കി. ഈ ഗോളോടെ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടത്തിൽ എംബാപ്പെ മെസ്സിയെ മറികടന്നിരിക്കുകയാണ്. ഇരുവർക്കും 8 ഗോളുകളാണെങ്കിലും എംബാപ്പയ്ക്ക് 2 അസിസ്റ്റുകൾ കൂടിയാണ് ഗുണം ചെയ്യുന്നത്. ലോകകപ്പിലെ തന്റെ 20-ാം ഗോൾ കൂടിയാണ് എംബാപ്പെ നേടിയത്. 30 വയസ്സ് തികയും മുമ്പ് 20 ഗോളുകൾ നേടുന്ന ആദ്യ താരമായി ചരിത്ര നേട്ടം കൂടിയാണ് എംബാപ്പെ കഴിഞ്ഞ ദിവസം സ്വന്തമാക്കിയത്. ലോകകപ്പിൽ 20-ാം ഗോളുകൾ തേക്കുന്ന 2-ാം താരം കൂടിയാണ് എംബാപ്പെ. മെസ്സിയാണ് 20 ഗോളുകൾ തികച്ച ആദ്യ താരം. നിലവിൽ ലോകകപ്പിലെ ആകെ ഗോളുകളുടെ എണ്ണത്തിൽ 21 ഗോളുകളുമായി മെസ്സിയാണ് മുന്നിൽ. അടുത്ത ദിവസം നടക്കുന്ന സ്പെയിൻ ബെൽജിയം മത്സരത്തിലെ വിജയികളാണ് ഫ്രാൻസിന്റെ സെമിയിലെ എതിരാളികൾ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.